ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. കേവലം 15 ദിവസം മാത്രമാണ് ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ രാശിയുടെ ഒരു പ്രത്യേകത, ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇടവം സ്വന്തം ക്ഷേത്രമാകുന്നു ശുക്രൻ്റെ. ഇടവവും തുലാം രാശിയുമാണ് ശുക്രൻ്റെ സ്വന്തം രാശികൾ. ഇടവം സ്വക്ഷേത്രമാണ്, തുലാം രാശി മൂലക്ഷേത്രവുമാണ്. പിന്നീട് ഉച്ചക്ഷേത്രം വരുന്നത് മീനം, അപ്രകാരം നീചക്ഷേത്രം വരുന്നത് അതിൻ്റെ 7ാം ഭാവമായ കന്നി. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന, അത് വിവാഹ വിഷയമായ പ്രണയ വിഷയമായാലും അപ്രകാരം തന്നെ ആഭരണങ്ങൾ, വാഹനം, നല്ല ഫർണിച്ചറുകൾ, വീട് വൃത്തിയാക്കൽ, വീടിന് പെയിൻ്റ് അടിക്കൽ, പുതിയ ഭൂമി വാങ്ങി വീട് വെക്കുക, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാണ്. ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ, ഇതൊക്കെ ശുക്രനെ കൊണ്ടാണ് പറയുക. പഴയത് എടുത്ത് പുതുക്കി നന്നാക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. ശുക്രൻ ദേവാചാര്യനെ പോലെ തന്നെ അസുരാചാര്യനാണ്. പക്ഷേ 2 വ്യത്യാസങ്ങൾ. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു, ശുക്രൻ ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ഒരു ജാതകത്തിൽ 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഒറ്റ ഫലം മാത്രമേ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? സുഖി എന്നാണ്. അത് ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യും. 400-ൽ താഴെ ശ്ലോകങ്ങൾ കൊണ്ട് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും വരാഹമിഹിര ആചാര്യൻ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഞാനിതാ ശാസ്ത്രമാകുന്ന ഒരു തോണി നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അത് സ്വൽപ്പമാണ്, വൃത്തവിചിത്രമാണ്, ധാരാളം വൃത്തങ്ങളുണ്ട്. അർത്ഥബഹുളം, ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും സുഖി എന്ന ഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ സുഖത്തോടു കൂടിയിരിക്കും. 4ാം ഭാവം സുഖഭാവമാണ്. അതിനാൽ ഭൗതികമായ സുഖം ശുക്രനും ആത്മീയമായ സുഖം വ്യാഴവും നൽകും. ഏതായാലും നമുക്ക് ശുക്രൻ്റെ ഈ ചാരവശാലുള്ള രാശി മാറ്റം, ഇടവൻ രാശിയിൽ ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ശുക്രൻ്റെ ആശ്രയഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ നല്ല ആശ്രയഫലമാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സുബലമധിതനോ നരേന്ദ്രപൂജ്യ സ്വജന വിഭവ പ്രതിത അഭയ സിതേ സ്വേ. സ്വേ, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സിതൻ ശുക്രൻ എന്ത് പ്രദാനം ചെയ്യുന്നു? സുബലം, സുമതി, സുധനം. നല്ല ബുദ്ധി, നല്ല ബലം, നല്ല ധനത്തെ പ്രദാനം ചെയ്യുന്നു. നരേന്ദ്രപൂജ്യ, രാജാവ് ബഹുമാനിക്കും, അധികാരിയുടെ പ്രിയത്തിന് പാത്രമാകും. സ്വജന വിഭുഹു, സ്വന്തം ആളുകളുടെ ഇടയിൽ തനിക്ക് മേധാവിത്വം വരും. അത്ര നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുക്രൻ മേടമാസം 30-ാം തീയതി, അതായത് മെയ് 14-ാം തീയതിയാണ് മിഥുനത്തിലേക്ക് ചാരവശാൽ പകർന്നു പോകുന്നത്. അതുവരെ ഈ ശുക്രൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മകീര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ശുക്രൻ നിൽക്കുന്നത് എവിടെയാണ്? 12ാം ഭാവത്തിലാണ്. ഏത് ഗ്രഹങ്ങളും 12-ൽ വന്നാൽ വളരെ ദോഷമാണ്, ശുക്രൻ ഒഴിച്ച്. ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും 12ാം ഭാവത്തിൽ വന്നാൽ, ആദിത്യനും ചൊവ്വയും ശനിയും വന്നാൽ പറയുക പതിതസ്തുരിപ്പേ, പാദിത്യം വരും. ബുധൻ വന്നാലും അതുതന്നെയാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രൻ വന്നാലോ ക്ഷുദ്ര അംഗഹീന വേ, അംഗത്തിന് ഹീനത്വം വരും, ക്ഷുദ്രനായി മാറും. വ്യാഴം വരികയാണെങ്കിൽ ഖരഹ, മൂർഖനായി മാറും, മൂർഖ സ്വഭാവം പ്രകടിപ്പിക്കും. ശുക്രനാണെങ്കിലോ സധനോന്തി, ഇദ്ദേഹത്തിന് ധനം ധാരാളം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ധാരാളം സാധ്യതകളുണ്ട്. കാരണം ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്. അതിനാൽ ധാരാളം ഗുണങ്ങൾ വരും. 2 ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ. ഒന്ന് 12ാം ഭാവാധിപനാണ്. വൈകല്യങ്ങളാണ്, വ്യയങ്ങളാണ്. അനാവശ്യമായി ഭൗതിക സുഖത്തിന് വേണ്ടി അനാവശ്യമായി കാശുകൾ ചിലവാക്കും. പൊങ്ങച്ചത്തിന് വേണ്ടി, പൊങ്ങച്ചം പ്രകടിപ്പിക്കാൻ വേണ്ടി കാശ് ചിലവാക്കും. അപ്പുറത്തെ വീട്ടിലെല്ലാം ഉണ്ടെങ്കിൽ തനിക്കും വേണം
എന്നൊരു വാശി വരും. എന്നിട്ട് ധനനഷ്ടം സംഭവിക്കും. അതിന് പുറമേ ഷുഗർ പേഷ്യൻസ് വളരെയധികം ഡയാലിസിസ് പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. രോഗാദി അവസ്ഥ മൂർച്ഛിക്കും. അതിനാൽ പ്രമേഹ രോഗികൾ വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിന് മുറിവുണ്ടാകാതെ നോക്കണം. അപകടം വന്നാൽ ബുദ്ധിമുട്ടാണ്. ഡയാലിസിസിൻ്റെ വിഷയത്തിലേക്കും ശ്രദ്ധിക്കുക. പിന്നീട് ശുക്രൻ 5-ാം ഭാവാധിപനാണ്. സന്താനവതിയാണ്. പലപ്പോഴും ഈ സമയത്ത് മക്കളുടെ വിവാഹങ്ങളൊക്കെ നടക്കാം. മക്കൾ താനുമായി പിരിഞ്ഞു പോവുക, മക്കളുടെ വിരഹം തനിക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണിത്. ഈ മെയ് 15 വരെയുള്ള സമയം പലപ്പോഴും മക്കളുടെ തീരുമാനം തന്നെ വളരെയധികം ബാധിക്കും. മാനസികമായി തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. മക്കൾ പലപ്പോഴും പഠനത്തിന് വേണ്ടി വിദേശത്ത് പോവുക, അല്ലെങ്കിൽ നാട്ടിലാണെങ്കിലും സ്വദേശത്താണെങ്കിലും പകുതി വഴിക്ക് അത് ഉപേക്ഷിച്ച് വരിക, അല്ലെങ്കിൽ മക്കൾക്ക് ചില പ്രണയബന്ധങ്ങൾ ഉണ്ടാകുക, അതിലൂടെ മാനസികമായി തകർന്നു പോകുന്നൊരവസ്ഥ മിഥുന രാശിക്കാർക്ക് വരും. വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു വിഷയത്തിൽ. ഇവിടെ ശുക്രൻ്റെ ദോഷപരിഹാരമായി എപ്പോഴും വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ വിളക്ക് മാല പായസം വഴിപാടായി സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. മിഥുന രാശിക്കാർക്ക് നന്ദി, നമസ്തേ.